മദ്യം കളമശ്ശേരി സർക്കാർ പോളിടെക്നിക് കോളേജിന്റെ ഹോസ്റ്റലിൽ നടന്ന റെയ്ഡിൽ കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവത്തിൽ SFIയും KSUവും തമ്മിൽ വാക്പോര് മുറുകുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത 3 വിദ്യാർത്ഥികളിൽ ഒരാൾ SFI നേതാവും ക്യാമ്പസ് യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ അഭിരാജ് ആണ്. അതേസമയം താൻ ലഹരി ഉപയോഗിക്കില്ലെന്നും കഞ്ചാവ് ഒളിപ്പിച്ചതല്ലെന്നും മനഃപൂർവ്വം കേസിൽ കുടുക്കിയതാണെന്നുമാണ് അഭിരാജിന്റെ വാദം. അഭിരാജിനെ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. പോലീസ് ഭീഷണിപ്പെടുത്തിയാണ് കേസെടുത്തതെന്നും അഭിരാജ് ആരോപിച്ചു. അഭിരാജിനെ പിന്തുണയ്ക്കുന്ന SFI ഏരിയ കമ്മിറ്റി KSU നേതാവിന്റെ മുറിയിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചതെന്നും ഓടിപ്പോയ 2 പേർ KSU നേതാക്കളാണെന്നും ആരോപിക്കുന്നു. എന്നാൽ KSU ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. ഇന്നലെ രാത്രിയിലാണ് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നാർക്കോട്ടിക് സെൽ, ഡാൻസ് ഓഫ്, തൃക്കാക്കരയിലെയും കളമശ്ശേരിയിലെയും പോലീസ് തുടങ്ങിയവർ നടത്തിയ റെയ്ഡിൽ 2 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത്. സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. അഭിരാജിനെ കൂടാതെ കൊല്ലം സ്വദേശി ആകാശ്, ഹരിപ്പാട് സ്വദേശി ആദിത്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. അഭിരാജ്, ആകാശ്, ആദിത്യൻ എന്നിവരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കഞ്ചാവ് വിൽപ്പനയ്ക്ക് ചെറിയ പാക്കറ്റുകളാക്കുന്നതിനിടെയാണ് പോലീസ് എത്തിയത്. കഞ്ചാവ് തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും മദ്യക്കുപ്പികളും പിടിച്ചെടുത്തു. സംഭവത്തിൽ SFIയെ സമൂഹമാധ്യമങ്ങളിലൂടെ പരിഹസിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഭിൻ വർക്കി രംഗത്ത് വന്നു. വ്യവസായ മന്ത്രിയുടെ മണ്ഡലം കേരളത്തിലെ ക്യാമ്പസിൽ നടത്താൻ പറ്റിയ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി നടത്താൻ SFI തീരുമാനിക്കുന്നു. തട്ടിപ്പിന് യൂണിയൻ ജനറൽ സെക്രട്ടറി ഏൽപ്പിക്കുന്നു. പഠനത്തോടൊപ്പം ജോലി എന്നത് ആശയമായതുകൊണ്ട് കോളേജ് ഹോസ്റ്റലിലായിരുന്നു കമ്പനിയുടെ പ്രവർത്തനം. ഹോൾസെയിലായി സാധനം വലിയ അളവിൽ കുറഞ്ഞ ചെലവിൽ വാങ്ങിക്കുകയും അത് റീറ്റെയിലായി ചെറിയ പാക്കറ്റിലാക്കി വലിയ വിൽപ്പന നടത്തുകയും ചെയ്യുന്നതായിരുന്നു ബിസിനസ്. കൃത്യം തൂക്കം കണക്കാക്കി വിതരണം ചെയ്യാൻ ഇലക്ട്രിക് മെഷീനും, ഉപയോഗിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ചുരുട്ടാൻ വേണ്ടിയുള്ള പേപ്പറും, ഉപയോഗിച്ചു കഴിഞ്ഞുള്ള ആനന്ദ ലഹരിക്ക് വേണ്ടി വന്നാൽ ഉപയോഗിക്കാനുള്ള കോണ്ടവുമൊക്കെ അടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് സംരംഭം. കേരളത്തിലെ ലഹരി മാഫിയയുടെ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത് വളരെ സ്വതന്ത്രപൂർവ്വവും ജനാധിപത്യ സർക്കാരിന്റെ പിന്തുണയോടെയാണെന്നും അഭിൻ വർക്കി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു.